ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇസ്രായേലിലെ രാജാക്കന്മാരെ പറ്റിയാണ് നാം ഒരു പരമ്പരയായി പഠിച്ചു വരുന്നത്. അതിൽ വിഭജന ശേഷം ഉള്ള വടക്കേ രാജ്യം അഥവാ ഇസ്രായേൽ എന്ന 10 ഗോത്രങ്ങളിൽ ഭരണം നടത്തിയ 19 രാജാക്കന്മാരെ പറ്റി കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നാം പഠിക്കുകയുണ്ടായി. ഇന്നു മുതൽ യഹൂദ്യ എന്ന തെക്കേ രാജ്യം അഥവാ ചെറിയ രാജ്യം, അവിടെ ഭരണം നടത്തിയ 20 രാജാക്കന്മാരെ പറ്റി ചുരുക്കമായി നാം ചിന്തിക്കുകയാണ്. ആ യഹൂദ്യയിലെ രാജാക്കന്മാരിൽ ആദ്യത്തെ 7 പേരെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരുവിധം രക്ഷ പ്രാപിച്ച രഹബയാം എന്നുള്ളതാണ്. ശലോമോൻ രാജാവിന് അമോന്യ സ്ത്രീയായ നയമയിൽ ജനിച്ച മകനാണ് രഹബയാം. രഹബയാമിന്റെ ചരിത്രം 1 രാജാക്കന്മാർ 12-14 അധ്യായങ്ങളിലും 2 രാജാക്കന്മാർ 9:31 മുതൽ 12:16 വരെയും വിവരിച്ചിട്ടുണ്ട്. രഹബയാമിനെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ഏക മകനാണ് താൻ. ശലോമോന് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നിട്ടും 3 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഫത്ത്, ബാശമത്ത് എന്നീ 2 പെൺമക്കളും രഹബയാം എന്ന ഏക മകനും. 1 രാജാക്കന്മാർ 11:3, 43, 4:11, 15. ഈ ഒരു മകനെ കിട്ടിയതിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. ശലോമോന്റെ പിതാവായ ദാവീദിനോട് ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്ക് ഒരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല. 2 ദിനവൃത്താന്തം 6:16. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും എത്ര ഭാര്യമാരുണ്ടായാലും ദൈവം തന്നെങ്കിൽ മാത്രമേ സന്തതികൾ ഉണ്ടാകുകയുള്ളൂ. അത് ശലോമോൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ശലോമോൻ ചമച്ച ഏക സങ്കീർത്തനമായ 127-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. ശലോമോന്റെ മരണശേഷം 12 ഗോത്രങ്ങൾക്കും രഹബയാം ആദ്യം രാജാവായി. എങ്കിലും ആ ഭരണസാരഥ്യം തൻ്റെ പിടിപ്പുകേടുകൾ കൊണ്ട് തുടർന്നു കൊണ്ടുപോകാൻ കഴിയാതെ പോയി. രാജ്യവിഭജനത്തിന്റെ ചരിത്രം മുന്നൊരു എപ്പിസോഡിൽ നാം സവിസ്തരമായി പഠിച്ചതായതുകൊണ്ട് അധികം ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. എങ്കിലും ഒന്ന് തൊട്ടു പറയട്ടെ. ശലോമോന്റെ കാലശേഷം യഹൂദ പിതാക്കന്മാർ രഹബയാമിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നികുതി ഭാരം വളരെ കഠിനമാണ്, ദയവായി അതൊന്ന് കുറച്ചു തരണമെന്ന്. താൻ അതിന് 3 ദിവസം കഴിഞ്ഞ് മറുപടി കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ ഒപ്പമുള്ള വൃദ്ധരോട് ആലോചിച്ചപ്പോൾ അത് നടപ്പാക്കി കൊടുക്കുന്നതാണ് നല്ലത് എന്ന് അവർ ആലോചന പറഞ്ഞു. പക്ഷേ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അതിന് വിപരീതമായ ഒരു ഉത്തരമാണ് അവർ നൽകിയത്. നീ ഇപ്പോൾ ഇത് അനുവദിച്ചു കൊടുത്താൽ നാളെ വേറെ ആവശ്യങ്ങളുമായിട്ട് വരും, അതുകൊണ്ട് പിതാവിനേക്കാൾ ഞാൻ നികുതി ഭാരം കൂട്ടുമെന്ന് പറയാൻ പറഞ്ഞു. 1 രാജാക്കന്മാർ 12:4 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ യഹൂദ മൂപ്പന്മാരോട് നയത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ, അവരുടെ ആവശ്യം നടപ്പാക്കി കൊടുത്തിരുന്നെങ്കിൽ രഹബയാമിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമായിരുന്നേനെ. മഹാജ്ഞാനിയായ ശലോമോന്റെ ഭോഷനായ മകൻ രഹബയാം എന്ന് പറയേണ്ടി വരികയാണ്. ധിക്കാരപരമായ രഹബയാമിന്റെ മറുപടി കേട്ട ജനം പിരിഞ്ഞുപോയി. അവർ യെരോബിയാം എന്ന ശലോമോന്റെ ദാസനെ, ബഹുപ്രാപ്തിയുള്ള പുരുഷനെ അവരുടെ നേതാവായി രാജാവായി അംഗീകരിച്ചു. അങ്ങനെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യം ഇസ്രായേൽ ദാസനായ യെരോബിയാമിന് കിട്ടി. തെക്കേ രാജ്യം യഹൂദ്യ മകനായ രഹബയാമിന് കിട്ടി. 10 ഗോത്രങ്ങൾ കൈവിട്ടു പോയതിൽ രഹബയാമിന് വളരെ ദുഃഖമുണ്ടായി. താന് ഏകദേശം 1,80,000 പട്ടാളക്കാരെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷെ ശെമയ്യാവ് എന്ന ദൈവദാസൻ വന്നിട്ട് അവരോടായി ഇങ്ങനെ ദൈവാലോചന പറഞ്ഞു, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തൻ താൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, ഇക്കാര്യം എന്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു. 2 ദിനവൃത്താന്തം 11:1 മുതൽ 4 വരെയുള്ള വാക്യം. രാജ്യവിഭജന ശേഷം യെരോബയാം എന്ന ആ ദാസൻ പിന്നീട് തൻ്റെ രാജ്യത്ത്, വടക്കേ രാജ്യത്ത് കാളക്കുട്ടികളെ ആരാധന വസ്തുവായി നിയമിച്ചു.
പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ലേവ്യർ യഹൂദ്യയിലേക്ക് കുടിയേറി. ലേവ്യരല്ലാത്തവരെയാണ് കാളക്കുട്ടിക്ക് യൊരോബെയാം പുരോഹിതന്മാരെ നിയമിച്ചതും. കുറച്ചു കാലം ദൈവകൃപയിൽ നിന്നു എങ്കിലും രെഹബെയാമിന് പിന്നീട് വീഴ്ചകൾ ഭവിച്ചു. പട്ടണങ്ങളെ പണിതുറപ്പിക്കുകയും അവിടെയൊക്കെ പടനായകന്മാരെ നിയമിക്കുകയും ഒക്കെ ചെയ്ത രെഹബെയാം ക്രമേണ ജാതികളുടെ മ്ലേച്ഛാചാരത്തിലേക്ക് കൂപ്പുകുത്തി വീണു. 1 രാജാക്കന്മാർ 14:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മിസ്രയീം രാജാവായ ശീശക് വന്ന് ആക്രമിക്കുകയും ശലോമോൻ പണിത ആലയവും രാജധാനിയും കൊള്ളയടിക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 14:25-26 വാക്യങ്ങൾ. അങ്ങനെ സംഭവിച്ചതിന്റെ കാരണവും തിരുവെഴുത്തിലുണ്ട്. രെഹബെയാമിന്റെ രാജ്യത്തെ മുറച്ച് അവന് ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെയുള്ള എല്ലാ ജനവും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു, യഹോവയോട് ദ്രോഹം ചെയ്തു. എന്നാൽ ഈ മിസ്രയീം രാജാവിന്റെ ആക്രമണത്തെക്കുറിച്ചും അതിന്റെ അനന്തരഫലത്തെക്കുറിച്ചും ശെമയ്യാ പ്രവാചകനിലൂടെ ദൂതറിയിക്കപ്പെട്ടപ്പോൾ രെഹബെയാമും ജനവും മാനസാന്തരപ്പെട്ടു. അവർ തങ്ങളെ തന്നെ താഴ്ത്തിയതിനാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും. യഹോവയുടെ കോപം അവനെ മുഴുവനും നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദയിൽ ഏതാനും നന്മകൾ ഉണ്ടായിരുന്നു. യഹൂദയിലെ രണ്ടാമത്തെ രാജാവ് കേവലം 4 ലക്ഷം കൊണ്ട് 8 ലക്ഷം എന്ന മഹാസൈന്യത്തെ കീഴടക്കിയ അബിയാവ് എന്ന രാജാവാണ്. ഈ അബിയാവിന് വിഭജിത ഇസ്രായേലിലെ പ്രഥമ രാജാവായ യൊരോബെയാമിനോട് ഒരിക്കൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധത്തിനായി യൊരോബെയാമും സൈനികരും ചേർന്ന് ഏകദേശം 8 ലക്ഷത്തോളം ആളുകളായി വന്ന യഹൂദ്യയ്ക്ക് നേരെ അണിനിരന്നു. ആ സമയത്ത് അബിയാവ് എന്ന രാജാവ് സമാരയും എന്ന മലമുകളിൽ നിന്നുകൊണ്ട് ഇരു കൂട്ടരോടുമായി ഒരു സുദീർഘമായ പ്രഭാഷണവും നടത്തി. അതിൽ തനിക്ക് യഹോവയാം ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിധ്വനികളും യൊരോബെയാമിന് ജാതീയ ആചാരത്തിന്റെ അധപ്പതനവും നിഴലിച്ചു നിന്നു. ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചാലും 1 ദിനവൃത്താന്തം 13:5 യഹോവയ്ക്ക് യഹൂദ്യയോട് അഥവാ ദാവീദിനോട് ഒരു ലവണ നിയമമുണ്ട് എന്ന് താൻ പറയുന്നു. ഇവിടെ പറയുന്ന ലവണ നിയമം അഥവാ ഉപ്പ് നിയമം എന്നുള്ളത് ഒരു ശാശ്വത അവകാശത്തെ കാണിക്കുന്ന ഒരു ആലങ്കാരിക പദപ്രയോഗമാണ്. സംഖ്യ 18:19 നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമം ആകുന്നു. ആ പ്രഭാഷണത്തിലെ രണ്ടാമത്തെ ചിന്ത ദൈവിക ബന്ധത്തിന്റെ പ്രാഗൽഭ്യതയാണ്. ഞങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ദിനം പ്രതി രാവിലെയും വൈകുന്നേരത്തും യഹോവയ്ക്ക് ഹോമയാഗവും അർപ്പിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. 2 ദിനവൃത്താന്തം 13:10-11 വാക്യം. ആ പ്രഭാഷണത്തിൽ യൊരോബെയാമിന്റെ പരാജയങ്ങൾ പറയുന്നുണ്ട്. പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ. 2 ദിനവൃത്താന്തം 13:8-9 വാക്യം. യുദ്ധമുണ്ടായി. യുദ്ധത്തിന്റെ പ്രാരംഭ വേളയിൽ യഹൂദ്യക്ക് പതർച്ചയും പരാജയവും ഉണ്ടായി. എങ്കിലും അവർ ദൈവത്തോട് നിലവിളിച്ചു. തിരുവചനം ശ്രദ്ധിക്കുക. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി. ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. ഞാൻ പറഞ്ഞതുപോലെ 8 ലക്ഷം ജനത്തിന്റെ മേൽ 4 ലക്ഷം ജനം ജയമെടുത്ത ചരിത്രമാണ് അബിയാവിൻ്റെത്. സദൃശ്യവാക്യം 21:31 ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. യഹൂദിയിലെ 3ാമത്തെ രാജാവ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത ആസ എന്ന വ്യക്തിയാണ്. യഹൂദിയിലെ രാജാക്കന്മാർ പൊതുവെ ദൈവവിശ്വാസികളും ദൈവാശ്രയത്തിൽ തുടർന്നവരുമായിരുന്നു. ദൈവത്തോട് നല്ല ബന്ധവും വിശ്വസ്തതയും പുലർത്തിയവരാണ് അവർ. അദ്ദേഹത്തിന്റെ സുദീർഘമായ ചരിത്രം 1 രാജാക്കന്മാർ 15, 2 ദിനവൃത്താന്തം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. ആസ രാജാവായപ്പോൾ താൻ യഹൂദ്യയിൽ ചില ആത്മീയ പരിഷ്കാരങ്ങൾ കൂടി വരുത്തി. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവന്റെ വലിയമ്മയായ മയഖയെ അവൻ രാജസ്ഥാനത്തു നിന്ന് നീക്കിക്കളഞ്ഞു. അതിന്റെ കാരണവും തിരുവെഴുത്തിലുണ്ട്. അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം അവൾ പ്രതിഷ്ഠിച്ചിരുന്നതിനാൽ അവളെ രാജസ്ഥാനത്തു നിന്ന് നീക്കി.
ഈ മ്ലേച്ഛ വിഗ്രഹത്തെ ആസ വെട്ടിമുറിച്ച് കിദ്രോൻ തോടിനരികെ വെച്ച് ചുട്ടികളഞ്ഞു എന്നാണ് വായിക്കുന്നത്. 1 രാജാക്കന്മാർ 15:13. താൻ ചെയ്ത മറ്റൊരു കാര്യം, എഫ്രൈം മലനാട്ടിലുണ്ടായിരുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു, യഹോവയുടെ യാഗപീഠം പുതുക്കി പണിതു. 2 ദിനവൃത്താന്തം 15:8. താൻ ചെയ്ത മൂന്നാമത്തെ കാര്യം, ദൈവത്തോടൊരു നിയമം ചെയ്തു എന്നുള്ളതാണ്. യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്ന് നിയമം ചെയ്തു. യഹോവയോട് സത്യവും ചെയ്തു. എല്ലാ യഹൂദ്യരും സത്യം നിമിത്തം സന്തോഷിച്ചു. യഹോവ അവർക്ക് വിശ്രമം നൽകുകയും ചെയ്തു. ആസയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു. വാഴ്ചയുടെ 35-ാം സംവത്സരം വരെ പിന്നെ യുദ്ധം ഉണ്ടായില്ല. എങ്കിലും ആസയ്ക്ക് പിന്നീടും ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭരണത്തിന്റെ 11-ാം ആണ്ടിൽ കൂശ്യനായ അഥവാ എത്യോപ്യക്കാരനായ സുഡാനിയായ സേരഹ് 10 ലക്ഷം സൈനികരുമായി തീരെ ചെറിയ രാജ്യമായ യഹൂദിക്ക് നേരെ ആക്രമണത്തിന് വന്നു. ആസയ്ക്കാകട്ടെ ആ വേളയിൽ 5,80,000 പട്ടാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആസ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ശ്രദ്ധിക്കുക. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവയെ സഹായിക്കണമേ. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദ്യരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. യഹോവയെങ്കിൽ നിന്നൊരു ഭീതി അവരുടെ മേൽ വീണിരുന്നു. 2 ദിനവൃത്താന്തം 14:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ ചരിത്രങ്ങളിൽ പ്രവാചകന്മാരുടെ ഇടപെടലുകൾ മുൻ പാഠങ്ങളിൽ നാം കണ്ടതാണ്. ഇവിടെയും ചില കാര്യങ്ങൾ തൊട്ടു പറയാൻ ആഗ്രഹിക്കുന്നു. ആസയുടെ ജീവിതത്തിൽ 2 പ്രവാചകന്മാരുടെ ശുശ്രൂഷ ശ്രദ്ധേയമായിട്ടുണ്ട്. ഒന്ന് അസര്യാവ് എന്ന പ്രവാചകനാണ്. ആസ ദൈവത്തോട് നിയമം ചെയ്ത് ദൈവത്തോട് അടുത്തി എന്ന ആ വേളയിൽ ഒദേദിന്റെ മകനായ അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസയോട്, നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. 2 ദിനവൃത്താന്തം 16:1-2. രണ്ടാമത്തത് ഹനാനി എന്ന പ്രവാചകനാണ്. ഇസ്രായേൽ രാജാവായ ബയേശ വന്ന് യഹൂദ്യയിലെ രാമ പണിതുറപ്പിച്ചു. രണ്ടാമത്തെ പ്രവാചകൻ ഹനാനി എന്ന വ്യക്തിയാണ്. വടക്കേ രാജ്യമായ ഇസ്രായേലിലെ ബയേശ വന്ന് ഈ തെക്കേ രാജ്യത്തെ രാമ പണിതുറപ്പിച്ചു. അതിൽ മനംനൊന്ത ആസ അരാൻ രാജാവായ ബെൻഹദദിന് ആലയത്തിലെയും രാജധാനിയിലെയും പൊന്നും വെള്ളിയും കൊടുത്ത് പിന്തുണ തേടി. അങ്ങനെ അരാൻ രാജാവിന്റെ ഇടപെടൽ മൂലം ബയേശ രാമ പണിയുന്നത് നിർത്തൽ ചെയ്തു. ആസ ചെന്ന് ആ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന കല്ലും മരവും എടുത്ത് മിസ്പ എന്ന പട്ടണം പണിത് ഉറപ്പിച്ചു. പക്ഷേ ഹനാനി എന്ന പ്രവാചകൻ വന്ന് ആസയോട് ഇങ്ങനെ പറഞ്ഞു, ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ആസയ്ക്ക് ഹനാനിയോട് കോപം ജനിക്കുകയും അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 16:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹൂദിയിലെ 4-ാമത്തെ രാജാവ് യഹോവയാൽ രാജ്യത്വം ഉറപ്പാക്കപ്പെട്ട യഹോശാഫാത്ത്. 41 വർഷത്തെ ഭരണത്തിന് ശേഷം ആസ മരിക്കുകയും തുടർന്ന് യഹോശാഫാത്ത് രാജാവാകുകയും ചെയ്യുന്നു. ആസയ്ക്ക് അസൂബ എന്ന സ്ത്രീയിൽ ജനിച്ച മകനാണ് യഹോശാഫാത്ത്. 35-ാം വയസ്സിൽ അവൻ രാജാവാകുകയും 25 വർഷം യഹൂദിയിൽ ഭരണം നടത്തുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 17:4 നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ദുരാചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ യഹോശാഫാത്തിന് ഒരിക്കൽ യുദ്ധത്തിന് പോയപ്പോൾ വെള്ളം കിട്ടാതെ വലയുകയും അദ്ദേഹം ഏലിശാ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ആലോചന ചോദിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. മഴ കാണുകയില്ല, ഈ താഴ്വരയിൽ കുഴിവെട്ടുവിൻ, നാളെ രാവിലെ വെള്ളം കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചതായി 2 രാജാക്കന്മാർ 3:14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. യഹോശാഫാത്ത് ഒരു തികഞ്ഞ ആത്മീകനായിരുന്നു. അതിനുള്ള 5 തെളിവുകൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വചനം വഹിക്കുന്ന ഒരു കരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹൂദ്യ ദേശത്തെങ്ങുമുള്ള ജനത്തെ തിരുവചനം ഉപദേശിക്കാനായി 5 പ്രഭുക്കന്മാർ, 9 ലേവ്യർ, 2 പുരോഹിതന്മാർ എന്നിങ്ങനെ ഒരു സംഘത്തെ താൻ നിയമിക്കുകയുണ്ടായി. 2 ദിനവൃത്താന്തം 17:9 നാം ഇങ്ങനെ വായിക്കുന്നു, അവർ യഹൂദ്യയിൽ ഉപദേശിച്ചു, യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ അമ്മോന്യരും മോവാബ്യരും മെയൂന്യരും ചേർന്ന് യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും
യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ശത്രുക്കളുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. ദൈവിക സമാധാനം തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകാൽ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. 2 ദിനവൃത്താന്തം 20:27-30 വാക്യങ്ങൾ. യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ചു നടപ്പാനും കൽപ്പിച്ചു. യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടായി. യഹോവ വിശ്രമം നൽകിയെന്ന് 3 പ്രാവശ്യം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. മാത്രമാണോ, അവന് ലഭിച്ച ഉയർച്ചകൾ ദൈവത്താൽ ലഭിച്ചതാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. 2 ദിനവൃത്താന്തം 17:5, 18:1. യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദിയും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. യഹോശാഫാത്തിന് ദൈവാശ്രയം മൂലം നിരവധി നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടായെങ്കിലും തൻ്റെ ജീവിതത്തിൽ ചില പരാജയങ്ങളും സംഭവിക്കുകയുണ്ടായി. അരുതാത്ത ചില സഖ്യതകളിലും ബന്ധുതകളിലും താൻ ചെന്നുപെടുകയുണ്ടായി. അതിലൊന്ന് മകന്റെ വിവാഹ വിഷയത്തിൽ പറ്റിയ വീഴ്ചയാണ്. യഹൂദ്യയിലെ രാജാവായിരുന്ന യഹോശാഫാത്തിന്റെ മകനായ യഹോരാം ഇസ്രായേലിലെ രാജാവായിരുന്ന ദുഷ്ടനായിരുന്ന ആഹാബിന്റെയും ദുഷിച്ച രാജ്ഞിയായിരുന്ന ഇസബേലിന്റെയും മകളായ അഥല്യായെ വിവാഹം ചെയ്തു. ഇസ്രായേലിൽ മ്ലേച്ഛാചാരം കൊണ്ടുവന്നത് ഏത്ബാലിന്റെ മകളായ ഇസബേലായിരുന്നു. യഹൂദ്യയിലും മ്ലേച്ഛാചാരങ്ങൾ കൊണ്ടുവന്നത് ഇസബേലിന്റെ മകളായ അഥല്യ ആയിരുന്നു. ഒരിക്കൽ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി ആഹാബ് ശ്രമിക്കുമ്പോൾ യഹോശാഫാത്തുമായി സഖ്യത ചെയ്താണ് പോയത്. ആ യുദ്ധത്തിൽ ആഹാബ് വേഷപ്രച്ഛന്നനായി പടയിൽ കടന്നെങ്കിലും അമ്പേറ്റ് മരിക്കുകയുണ്ടായി. യഹോശാഫാത്താണ് ഇസ്രായേൽ രാജാവെന്ന് തെറ്റിദ്ധരിച്ച് ശത്രുസേന അവനെ വളഞ്ഞു. എങ്കിലും യഹോശാഫാത്ത് ആ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് കണ്ണുനീരോട് ദൈവത്തോട് നിലവിളിച്ചു. തിരുവെഴുത്ത് പറയുന്നു, ദൈവം അവനെ സഹായിച്ചു. അവനെ ഒഴിഞ്ഞു പോകുവാൻ ദൈവം പട്ടാളക്കാർക്ക് തോന്നിപ്പിച്ചു. അഹസ്യാവുമായി താൻ ഒരിക്കൽ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതും തനിക്ക് വിനാശമായി മാറി. 2 ദിനവൃത്താന്തം 20:35-36 വാക്യം. അതിനുശേഷം യഹോശാഫാത്ത് അഹസ്യാവോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്ടനായിരുന്നു. അവൻ തർശീശിലേക്ക് ഓടിപ്പൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. അഹസ്യാവ് യഹോശാഫാത്തിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്. 1 രാജാക്കന്മാർ 22:49. എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്തിന് ആദ്യം മനസ്സിലായിരുന്നു. പിന്നത്തേതിൽ യഹോശാഫാത്ത് അതിനോട് യോജിച്ചു. 2 രാജാക്കന്മാർ 22:48. ഓഫീരിൽ നിന്ന് പൊന്നിന് പോകേണ്ടതിന് യഹോശാഫാത്ത് തർശീഷ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ യെസിയോൻ ഗേബറിൽ വെച്ച് ഉടഞ്ഞു പോയത് കൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. കപ്പലുകൾ ഉടയാനുണ്ടായ കാരണം എലിയേസർ എന്ന പ്രവാചകനിലൂടെ യഹോശാഫാത്തിനോട് അറിയിക്കുകയുണ്ടായി. 2 ദിനവൃത്താന്തം 20:37. നീ അഹസ്യാവോട് സഖ്യത ചെയ്തത് കൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. യഹൂദിയിലെ 5ാമത്തെ രാജാവ് കുടൽ പുറത്തു ചാടി അതിദാരുണമായി മരിച്ച യഹോരാമാണ്. യഹോശാഫാത്തിന്റെ മരണശേഷം മകനായ യഹോരാം 32-ാമത്തെ വയസ്സിൽ രാജാവാകുകയും 8 വർഷം അവൻ യഹൂദിയിൽ ഭരിക്കുകയും ചെയ്തു. തന്റെ ഭാര്യയായ അഥല്യായുടെ ദുസ്വാധീനത മൂലം യഹൂദ ജനത്തെ മ്ലേച്ഛാരാധനയിലേക്ക് തള്ളിവിട്ടു. യഹോശാഫാത്ത് രാജാവിന് 6 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തവനായിരുന്നു യഹോരാം. അതുകൊണ്ട് രാജ്യത്വം അവന് കിട്ടി. രാജ്യത്വം ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവൻ തന്റെ സ്വന്തം സഹോദരന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ അന്യ ദൈവങ്ങളിലേക്ക് പോയതിനാൽ അവനുണ്ടായ ദുരന്തങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഏദോമ്യർ, ലിബ്നക്കാർ, കൂശ്യർ, അറബികൾ എന്നീ വിഭാഗക്കാർ പല ഘട്ടമായി അവനെതിരായി വരികയുണ്ടായി. ശത്രുക്കളിൽ പെട്ട അറബിപ്പട യഹോരാമിന്റെ യഹോവഹാസ് എന്ന മകൻ ഒഴികെ ബാക്കിയുള്ള മക്കളെയും കൊന്നുകളഞ്ഞു. വിതച്ചത് തന്നെ കൊയ്തു. ഒടുവിൽ യഹോരാമിന് കടുത്ത അസുഖമുണ്ടായി. ആ ദീനം മുഴുത്തിട്ട് അവന്റെ കുടൽ പുറത്തു ചാടിയാണ് അവൻ മരിച്ചത്. ഇസ്രായേലിലെ രാജാക്കന്മാർ മരിക്കുമ്പോൾ ജനം വിലാപം പാടുകയോ ദഹനം കഴിക്കുകയോ ചെയ്യാറുണ്ട്. പക്ഷെ യഹോരാമിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. മാത്രമാണോ,
അവനെ രാജാക്കന്മാരുടെ കല്ലറയിൽ അടക്കുക പോലും ചെയ്തില്ല. തിരുവെഴുത്തിലെ ഒരു വചനം ഇങ്ങനെയാണ്: ആർക്കും ഇഷ്ടനാകാതെ അവൻ കഴിഞ്ഞുപോയി. ഒരു കാര്യം ഇവിടെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോരാമിന് ഏലിയാവിൽ നിന്ന് കത്ത് വന്നത് എന്തെന്നാൽ എന്നൊരു വചനം തിരുവെഴുത്തിലുണ്ട്. യഹോശാഫാത്തിന്റെ മകനാണ് യോരാം. യഹോശാഫാത്ത് മരിച്ചതിന് ശേഷമാണ് യോരാം രാജാവാകുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് മരിക്കുന്നു. അതിനുശേഷം ഏലിയാവ് എടുക്കപ്പെടുന്നു. അതിനുശേഷം യോരാം രാജാവാകുന്നു. യഹോവയുടെ സാക്ഷികളുടെ ഒരു വിഭാഗം ഏലിയാവിന്റെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലിനെ വിശ്വസിക്കുന്നില്ല. അവർ വേദപുസ്തകത്തിലെ മിക്ക കാതലായ കാര്യങ്ങളെയും നിരാകരിക്കുന്നവരാണ്. ഏകദേശം 8 വർഷത്തെ എൻ്റെ തീവ്രമായ പഠനത്തിന്റെ ഫലമായിട്ട് ഞാൻ രചിച്ച ഒരു പുസ്തകമാണ് യഹോവ സാക്ഷികൾക്കുള്ള മറുപടി. ഇതിന്റെ 3-ാമത്തെ പതിപ്പാണിപ്പോൾ. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. കോപ്പികൾ ലഭ്യമാണ്. ഏലിയാവ് ഇസ്രായേലിലായിരുന്നു. യഹോരാം ഭരണം നടത്തിയത് യഹൂദ്യയിലാണ്. അതുകൊണ്ടാണ് കത്ത് അയക്കേണ്ടി വന്നത്. ഏലിയാവിന്റെ എടുക്കപ്പെടലിന് ശേഷമാണ് കത്ത് അയച്ചതെന്നോ സ്വർഗത്തിൽ നിന്നാണ് കത്ത് അയച്ചതെന്നോ ബൈബിൾ പറയുന്നതേയില്ല. യഹോരാം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ പ്രവാചകനായ ഏലിയാവ് അവനൊരു ഭയനിർദ്ദേശം പോലെ കത്തയക്കുകയാണ് ഉണ്ടായത്. നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കഠിനമായ അസുഖം അവന് ബാധിക്കപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. യഹോശാഫാത്ത് മരിച്ച് യഹോരാം രാജാവായിരിക്കുമ്പോൾ ഏലിയാവില്ലാത്ത കാലത്താണല്ലോ കത്ത് വന്നതെന്നാണ് അവരുടെ ന്യായം. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. രാജാക്കന്മാരുടെ പുസ്തകം 8:16 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോശാഫാത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ യഹോരാം രാജാവായി. അപ്പനും മകനും ഒരേ കാലത്ത് റീജന്റ് ആയിട്ട് ഭരണം നടത്തിയിട്ടുണ്ട്. ഏലിയാവ് എടുക്കപ്പെട്ട കാര്യം ഏലിശയ്ക്ക് നന്നായി അറിയാം. പക്ഷെ അവിശ്വാസികളായ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോയി ഇവിടെ എല്ലാം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന്. നേരിട്ട് അറിവുള്ള ഏലിശ അവരോട് പോകരുതെന്ന് പറഞ്ഞിട്ടും തിരക്കിപ്പോയി. പക്ഷെ തൊണ്ടി മുതൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടില്ല. യഹോവയുടെ സാക്ഷികളും ഇന്ന് ആ അവിശ്വാസികളുടെ കൂട്ടത്തിൽ തിരക്കി നടക്കുകയാണ്. നാളെ ഇതുവരെ ഏലിയാവിനെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പിന്നീട് അവനെ അസ്തോദിൽ കണ്ടു. ഏലിയാവിനെ എടുത്തു. പക്ഷെ പിന്നീട് ഏലിയാവിനെ എവിടെങ്കിലും കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഞാനൊരു മറുചോദ്യം കൂടി അവിടെ ചോദിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് രാജാവ് മരിക്കും. ഏലിയാവ് എടുക്കപ്പെടുന്നു. പക്ഷേ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാർ 22-ൽ മരിച്ച ഏലിയാവ് ഇവിടെ ജീവിച്ചിരിക്കുന്നതായി കൂടെ നാം കാണുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവ് പിന്നെ ഭൂമി വന്ന് ജീവിച്ചെന്ന് വെറുതെ തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ? അവരുടെ മറ്റൊരു ചോദ്യം: മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. സ്വർഗത്തിലേക്ക് ഏലിയാവിനെ എടുക്കപ്പെടൽ പിന്നെ എങ്ങനെ നടക്കുമെന്നാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അഗ്നിരഥത്തിൽ അവനെ എടുത്തുകൊണ്ടുപോകാൻ, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയിട്ടില്ലേ? യഹൂദയിലെ 6-ാമത്തെ രാജാവ് രോഗിയെ കാണാൻ ചെന്നപ്പോൾ വെട്ടേറ്റു മരിച്ച അഹസ്യാവാണ്. അഹസ്യാവ് അഥല്യ യഹോരാം ദമ്പതികളുടെ ഇളയ മകനായിരുന്നു. മൂത്ത പുത്രന്മാരെയെല്ലാം അറബി പട്ടാളം കൊന്നുകളഞ്ഞതായി നാം നേരത്തെ കണ്ടുവല്ലോ. ഒരു കാര്യം ഇവിടെയും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അഹസ്യാവ് രാജാവായപ്പോൾ അവന് 22 വയസ്സായിരുന്നു എന്ന് 2 രാജാക്കന്മാർ 8:21-ലും 2 ദിനവൃത്താന്തം 22:2-ൽ 42 വയസ്സായിരുന്നു എന്നും കാണുന്നു. ഈ വ്യത്യാസത്തിന്റെ കാരണം എന്തായിരിക്കാം? യഹോരാമിനെ പോലെ അപ്പന്റെ കാലത്ത് തന്നെ 22-ാം വയസ്സിൽ തന്നെ ഇവൻ രാജാവായി തീരുകയും അപ്പൻ മരിച്ച ശേഷം ഇവൻ രാജ്യത്വത്തിന്റെ മുഴു പദവിയിലേക്ക് വന്നു എന്നും നമുക്ക് അനുമാനിക്കാം. ഈ അഹസ്യാവിന് നാശഹേതുവായി ഭവിച്ച 2 സംഭവങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന്, മ്ലേച്ഛാചാരത്തിൽ നടക്കാൻ അവന്റെ അമ്മയായ ആഥല്യ അവന് ഉപദേശകയായിരുന്നു. അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരായിരുന്നു. 2 ദിനവൃത്താന്തം 22:4. അരാം രാജാവായ ഹസായേലിനോട് ഇസ്രായേൽ രാജാവായ യോരാം ഒരിക്കൽ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ യോരാമിന് വലിയ മുറിവേറ്റു. മുറിവ് ചികിത്സിക്കാനായി ഈ യോരാം ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോന്നു. അഹസ്യാവ് അതറിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇസ്രായേലിൽ ചെന്നു. ആ വേളയിലാണ് ഇസബേലിന്റെ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടി ദൈവിക നിയോഗപ്രകാരം യേഹു രംഗപ്രവേശം ചെയ്യുന്നത്. യോരാമിനെ അവൻ അമ്പെയ്തു കൊന്നു. അഹസ്യാവിനെ അവൻ വെട്ടിക്കൊന്നു. യോരാമിന്റെ ശവമെടുത്ത് നാബോത്തിന്റെ നിലത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പഴയൊരു പ്രവചനത്തിന്റെ നിവർത്തിയായിരുന്നു അത്. എന്നാൽ അഹസ്യാവിനെ
കല്ലറയിൽ അടക്കിയതിന്റെ കാരണവും തിരുവെഴുത്ത് പറയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച് യഹോശാഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. 2 ദിനവൃത്താന്തം 22:9. മുറിവേറ്റ് കിടക്കുന്ന യോരാമിനെ കാണാൻ വേണ്ടി അവൻ ഇസ്രായേലിൽ പോയത് അഹസ്യാവിന് നാശഹേതുവായി ഭവിച്ചു. 7 അമ്മയുടെ തനിപ്പകർപ്പായ അഥല്യ എന്നുള്ളതാണ്. അഥല്യയുടെ ഉപദേശപ്രകാരം വളർത്തിയെടുത്ത അഹസ്യാവിനെ യേഹൂ കൊന്നു. മരണങ്ങൾ അവളുടെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുകയാണ്. അപ്പനായ ആഹാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഭർത്താവായ യോരാം കുടൽ ചാടി മരിച്ചു. അഹസ്യാവിനെ യേഹൂ കൊന്നു. അഹസ്യാവ് മരിച്ച ഉടനെ അഹസ്യാവിന്റെ മക്കളാരും രാജസ്ഥാനത്ത് വരരുത് എന്ന് കരുതിയിട്ട് അഥല്യ രാജസന്തതികളെ മുഴുവൻ കൊല്ലിക്കുകയും അവൾ രാജഭരണം നേടിയെടുക്കുകയും ചെയ്തു. കൊല ചെയ്യപ്പെടുന്ന രാജസന്തതികളുടെ ഇടയിൽ നിന്ന് 1 വയസ്സ് മാത്രം പ്രായമുള്ള യോവാശ് എന്ന മകനെ അഹസ്യാവിന്റെ സഹോദരിയായ യഹോശബത്ത് വലിച്ചെടുത്ത് ആലയത്തിലെ ഒരു ഉൾമുറിയിൽ കൊണ്ടുപോയി അവനെ വളർത്തിയെടുത്തു. 7-ാമത്തെ വയസ്സിൽ ആ യോവാശിനെ രാജാവായി അഭിഷേകം ചെയ്തു. ജനമെല്ലാം യോവാശിന്റെ അടുക്കൽ വരുന്നതും അവനെ പ്രകീർത്തിക്കുന്നതും കണ്ട അഥല്യ ഇത് ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞു. യഹോശബത്ത് എന്ന ആ സഹോദരിയെ വിവാഹം ചെയ്തത് യഹോയാദ എന്ന ഒരു പുരോഹിതനായിരുന്നു. ആ പുരോഹിതനാണ് യോവാശിനെ രാജാവായി വാഴിച്ചത്. യഹോയാദ പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം അവളെ അണികളിൽ കൂടി പുറത്തേക്ക് കൊണ്ടുപോയി. ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോയി രാജധാനിയുടെ സമീപത്ത് വെച്ച് അഥല്യയെ കൊന്നുകളഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ: വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും. യഹൂദിയിലെ രാജാക്കന്മാരെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിച്ചത്. 1 ഒരുവിധം രക്ഷ നേടിയ രഹബയാമാണ്. ജ്ഞാനിയായ ശലോമോന്റെ ഏക മകനായിരുന്നു. പക്ഷേ അവൻ മഹാഭോഷനായിരുന്നു. ജനത്തോട് നയപരമായി സംസാരിച്ചിരുന്നെങ്കിൽ അവൻ രാജസ്ഥാനത്ത് തുടരാമായിരുന്നു. പക്ഷേ നികുതി കുറച്ചു തരണമെന്ന ആവശ്യത്തിന് നേരെ ധിക്കാരപരമായി അവൻ മറുപടി പറഞ്ഞതിനാൽ അവന്റെ രാജ്യം 2ആയി പിളർക്കപ്പെട്ടു. ഇസ്രായേലിൽ നിന്നും യഹൂദിയിൽ നിന്നും വേർതിരിയപ്പെട്ടു. ആദ്യകാലത്ത് ഇവൻ ദൈവഭക്തനായിരുന്നെങ്കിലും പിന്നത്തേതിൽ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞതിനാൽ മിസ്രയീം രാജാവായ ശീശക്ക് വന്ന് അവനെ വളരെ ഞെരുക്കുകയുണ്ടായി. ശെമയ്യാവ് എന്ന പ്രവാചകൻ ഇദ്ദേഹത്തോട് ദൂത് പറഞ്ഞപ്പോൾ അവന് മാനസാന്തരമുണ്ടായി. തങ്ങളെ തന്നെ താഴ്ത്തി എന്നത് ദൈവം കണ്ടപ്പോൾ ദൈവം അവന് ഒരുവിധം രക്ഷ നൽകി എന്ന് നാം കാണുകയുണ്ടായി. 2 8 ലക്ഷം പേർ യുദ്ധത്തിനായി വന്നപ്പോൾ 4 ലക്ഷം പേരെ കൊണ്ട് യൊരോബിയാം എന്ന ഇസ്രായേൽ സൈന്യത്തെ കീഴടക്കിയ അബിയാവായിരുന്നു. പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ അവൻ ദൈവാശ്രയം വിളിച്ചു പറഞ്ഞു. ജീവിതത്തിൽ യുദ്ധം നേരിട്ടപ്പോൾ സെമാരായിം എന്ന പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് യഹൂദ ജനത്തിന്റെ ദൈവാശ്രയവും അവരുടെ പ്രാഗൽഭ്യതയും താൻ തറപ്പിച്ചു പറയുകയും യൊരോബിയാമിന്റെ പാപങ്ങളെ കുറിച്ച് അവൻ പറയുകയും ചെയ്തു. എന്നിട്ടും യുദ്ധമുണ്ടായി. എന്നാൽ അബിയാവ് അത്ഭുതകരമായി അവിടെ വിജയം നേടുകയുണ്ടായി. 3 ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ആസ എന്ന വ്യക്തിയാണ്. തന്റെ ആത്മീയമായ പരിഷ്കാരങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ടായി. യുദ്ധം നേരിട്ട വേളയിൽ യഹോവയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല എന്ന് ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ തനിക്ക് വലിയ വിജയമുണ്ടായതായും നാം ചരിത്രത്തിൽ കാണുകയുണ്ടായി. 4 യഹോവയാൽ രാജ്യത്വം ഉറപ്പാക്കപ്പെട്ട യഹോശാഫാത്ത് തന്റെ വിജയ രഹസ്യങ്ങൾ നാം കാണുകയുണ്ടായി. തനിക്ക് സംഭവിച്ച ചില പരാജയങ്ങളും നാം കാണുകയുണ്ടായി. 5 കുടൽ പുറത്തിയാടി മരിച്ച യഹോരാമാണ്. അഥല്യയുടെ ദുസ്വാധീനതയാൽ മ്ലേച്ഛാരാധന യഹൂദിയിലേക്ക് കൊണ്ടുവന്നതിനാൽ തനിക്ക് ദൈവശിക്ഷ മൂലം കഠിനമായ രോഗമുണ്ടായി കുടൽ പുറത്തു ചാടി മരിക്കുകയും ചെയ്തു. 6 രോഗിയെ കാണാൻ ചെന്നപ്പോൾ വെട്ടേറ്റ് മരിച്ച അഹസ്യാവായിരുന്നു. അദ്ദേഹത്തിന് നാശഹേതുവായി മാറിയ 2 കാരണങ്ങൾ നാം കാണുകയുണ്ടായി. അദ്ദേഹത്തെ കല്ലറയിൽ അടക്കിയതിന്റെ കാരണവും നാം കാണുകയുണ്ടായി. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച യഹോശാഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ കല്ലറയിൽ അടക്കി. 7 അമ്മയുടെ തനിപ്പകർപ്പായ അഥല്യ ആയിരുന്നു. അഥല്യ ദേശം വാണു. മകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ രാജസന്തതികളെ മുഴുവൻ കൊന്നിട്ട് അവൾ രാജസ്ഥാനം കീഴടക്കിയെങ്കിലും യോവാശ് രാജാവായപ്പോൾ യഹോയാദ പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം അവളെ ആലയത്തിൽ നിന്ന് അണികളിൽ കൂടി പുറത്തേക്ക് കൊണ്ടുപോയി രാജധാനിയുടെ സമീപത്ത് വെച്ച് അവളെ കൊന്നുകളഞ്ഞു.
അവൾ രാജസന്തതികളെ കൊന്നു. രാജസന്തതിയായ യോവാശിന്റെ കാലത്ത് അവളെയും കൊന്നുകളഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിക്കും. മത്തായി 26:52. ഗലാത്യ ലേഖനം 6:7-8 വാക്യം. ദൈവത്തെ പരിഹസിച്ചുകൂടെ. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.